Dear students, നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് തുടങ്ങി 34th ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ഓസിലേഷൻ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 35. A body executes SHM with an amplitude A. At what displacement from the mean position is the potential energy of the body is 1/4 of its total energy. So the given factor is the potential energy is 1/4 of the total energy. നമുക്കതിൻ്റെ റെലവൻറ്റ് റിലേഷൻസ് നമ്മൾ കൊടുത്താൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ × ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ ആണ്. പക്ഷെ നമുക്കറിയാം ദാറ്റ് ടോട്ടൽ എനർജി ഈസ് ½ ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. സോ ½ നമ്മൾ ക്യാൻസൽ ആയാൽ സോ y സ്ക്വയർ എന്ന് പറയുന്നത് a² ഡിവിഷൻ ബൈ 4 ആയി മാറി. ദാറ്റ് മീൻസ് വി ക്യാൻ സേ y is equal to a/2. That means B is the answer. So we can move with the question number 36. The angular frequency velocity and amplitude of a simple pendulum is omega and a respectively. At a displacement x from the mean position, if its kinetic energy is capital T and potential energy is capital V, the ratio of T/V, that is the concept. T/V അവിടെ ഓർക്കണം, T എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ദ V is called the potential energy. അപ്പോൾ നമുക്കറിയാം തൊട്ട് മുന്നിൽ പറഞ്ഞ മാതിരി കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ½ a² - x² എന്ന് നമുക്ക് കൊടുക്കാം. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ m² ആയിട്ട് മാറിയാൽ വി ഗെറ്റ് ദ ആൻസർ ആസ് a² - x² ഡിവിഷൻ ബൈ x². So we get C as the answer for the problem. So we can move with the question number 37. A truck is stationary and has a bob suspended by a light string in a frame attached to the truck. The truck suddenly moves to the right with an acceleration of a. അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇപ്പോൾ ഇനിഷ്യലി ബിഫോർ ആക്സിലറേഷൻ നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വൺ. പക്ഷെ അതേ സ്ഥാനത്ത് ഈ മൊത്തം സിസ്റ്റം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആക്സിലറേഷനിലേക്ക് മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബോബിൽ സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്യുകയും അത് പുറകിലോട്ട് മാറുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന സ്യൂഡോ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ബോബിൻ്റെ മാസ് m ആണെങ്കിൽ m×a എന്ന് നമുക്ക് പറയാം. അവിടെ ആക്ട് ചെയ്യുന്ന മറ്റ് ഫോഴ്സുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വെയ്റ്റ് mg ഈസ് ആക്ടിങ് വേർട്ടിക്കലി, ദ ടെൻഷൻ ഈസ് ആക്ടിങ് അലോങ് ദ സ്ട്രിങ്. നമുക്ക് ആ ടെൻഷനെ 2 കമ്പോണൻറ്റുകളായിട്ട് മുറിക്കുകയാണ്. ഈ വന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ നമുക്കിത് ടി കോസ് തീറ്റ ആയിട്ടും പറയാം, ഇത് ടി സൈൻ തീറ്റ ആയിട്ട് പറയാം. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ വരുമ്പോൾ വി ക്യാൻ ഈസിലി സേ ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് m×a ആയിട്ട് നമുക്ക് പറയാം. ടി കോസ് തീറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു mg. അത് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു a/g ആൻഡ് തീറ്റ ടേക്ക് ദ വാല്യൂ ആസ് ടാൻ ഇൻവേഴ്സ് ഓഫ് a/g. സോ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. ആൻഡ് അതുപ്രകാരം നമുക്ക് വ്യക്തതയോടെ പറയാം it must be shifted towards the left with an angle of inclination tan inverse a/g. C is the answer. On 38, a mass falls from a height h and its time of fall is t and is recorded in terms of the time period t of a simple pendulum. On the surface of earth it is found that small t equal to 2 × capital T. The entire setup is taken in the surface of another planet whose mass is half that of the earth and the radius remains the same. So അവിടെ നമുക്ക് പ്ലാനറ്റിലേക്ക് എത്തുമ്പോഴുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് g m ഡിവിഷൻ ബൈ
ആർ സ്ക്വയർ ആർ ഡാഷ് സ്ക്വയർ എന്ന് പറയാം. ഇവിടെ പറയുന്നത് റേഡിയസ് റിമൈൻസ് സെയിം എന്നാണ്. ഓക്കെ, 6 തന്നെയാണ്, പക്ഷേ മാസ് എന്ന് പറയുന്നത് ഹാഫ് എന്നാണ് പറയാം. സോ m/2 എന്നാണ് അവിടെ തന്നിരിക്കുക. എന്ന് പറയുമ്പോഴേ നമുക്ക് ക്ലിയറായി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g/2 ആയിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ടി ഡാഷ് ആയിട്ടാണ് പ്ലാനറ്റിൻ്റെ എടുത്താൽ 2π × √L ഡിവിഷൻ ബൈ അവിടുത്തെ ജി ഡാഷ് ആയിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ 2π × √, നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് ഈസ് L/g/2 അല്ലേ. എന്ന് പറയുമ്പോൾ നമുക്ക് √2 × t ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് അവിടുത്തെ ടൈം പീരീഡ്. രണ്ടാമത് വേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്മോൾ ടിയുമായിട്ടുള്ള റിലേഷനാണ്. h ഹൈറ്റിൽ നിന്ന് താപ്പോട്ട് വീഴുന്ന സമയത്ത് നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറയുന്നത് √2h/g' എന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെയും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് g' എന്ന് പറയുന്നത് g/2 ആയിട്ട് മാറുകയാണ്, √2t ആയിട്ട് മാറി. നമ്മുടെ എയിം എന്ന് പറയുന്നത് ഹാവ് ടു ഫൈൻഡ് T' എടുത്തു കഴിഞ്ഞാൽ √2t ഡിവിഷൻ ബൈ T' എന്ന് പറയുന്നത് √2t ഡിവിഷൻ ബൈ ദാറ്റ് √2T ആയിട്ട് വരികയാണ്. ബട്ട് വി നോ ദ കൺസെപ്റ്റ് ആസ് വാട്ട് T/സ്മോൾ ക്യാപിറ്റൽ T എന്ന് പറയുന്നത് എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. സോ വി ക്യാൻ ഈസിലി സേ ദാറ്റ് T' is equal to 2 times of T'. So we get the answer as A. We can move with the question number 39. A pendulum is hung from the roof of a sufficiently high building and is moving freely to and fro like a simple harmonic oscillator. The acceleration of the bob of the pendulum is 20 meter per second square at a distance of 5 meter from the position. The time period of oscillation is. അപ്പോൾ നമുക്ക് അവിടുത്തെ ആക്സിലറേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ω² × x എന്ന് പറയുന്നത് എത്രയായിട്ടാണ് തന്നിരിക്കുന്നത്? 20 ആണ്. അപ്പോൾ നമുക്ക് ω² കണ്ടുപിടിക്കാൻ എളുപ്പമായി. 20/x, x എത്രയാണ്? 5 ആയിട്ട് മാറുന്നു, 4. സോ that becomes 2. നമുക്ക് ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2π/t. സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π/2. ദാറ്റ് മീൻസ് പൈ സെക്കൻഡ് ആയിട്ട് നമുക്ക് പറയാം. സോ B is the answer. So we can move with the question number 40. A particle executes linear simple harmonic motion with an amplitude of 3 cm. When the particle is at 2 cm from the mean position, that means y or x is given as 2 cm, then the magnitude of its velocity is equal to that of its acceleration. So that is a very important one. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആക്സിലറേഷനും സെയിം ആണ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ്റെ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ω² × xy ആയിരിക്കുമെന്നുള്ള കൺസെപ്റ്റ് അറിയാം. അതോടൊപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് ω × √A² - y² എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറയുക. v = a in magnitude. അപ്പോൾ v നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ω × √A² - y², that must be equal to that ω² × y. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള that is equal to √amplitude square 3 ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ 3² 9 - y2 as 4 equal to that ω², ω into that y is equal to what? That is given as is equal to 2. That is equal to √5 is equal to ω into 2. That means we get the value for ω is equal to √5/2. So 2π time period take the value as is equal to √5/2. So time period is equal to, that is 4π/√5. So that is a concept. So we get B as the answer for the problem. We can move with the question number 41. A spring of force constant K is cut into length of ratio 1:2:3. So we can say L1 is to L2 is to L3.
They are connected in series and the new force constant is K dash. നമുക്കറിയാം സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള സിറ്റുവേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ കെ ഡാഷ് എന്ന് പറയുന്നത് കെ ആയിട്ട് എടുക്കാം. ഇനി എന്താണ് പാരലലായിട്ട് മാറുമ്പോൾ? അപ്പോൾ പാരലലായിട്ട് മാറുമ്പോൾ ഓരോന്നിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K1:K2:K3 ആണെങ്കിൽ നമുക്കറിയാം അത് അവൻ്റെ ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്കറിയാം. സോ ആ തന്നിരിക്കുന്ന റേഷ്യോ നമ്മളെടുത്താൽ 1/1:1/2:1/3. That means we can say 6:3:2 എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവയുടെ വാല്യൂ ഒരു സാമ്പിൾ നമുക്ക് കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഉറപ്പിച്ച് പറയാം ദ ടോട്ടൽ വാല്യൂ വി നോ. നമ്മുടെ പാരലൽ കോമ്പിനേഷൻ ഓഫ് സ്പ്രിങ് വരുന്ന സമയത്ത് നമ്മൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് 6 + 3 9 + 2 വി ക്യാൻ സേ ആസ് 11K. അങ്ങനെയാണെങ്കിൽ കെ ഡാഷ് ദേ ആർ കെ ഡാഷ് ബൈ കെ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ കെ ബൈ 11K that is equal to 1/11. So B is the answer. We can move with the question number 42. Look, a particle is executing SHM along a straight line. Its velocities at distances x1 and x2 from the mean position are v1 and v2. Then what is the time period? നമ്മുടെ വെലോസിറ്റിയുമായിട്ടുള്ള റിലേഷൻ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരട്ടെ. ഒമേഗ ഇൻറ്റു √(a²-x²). അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് റെപ്രസെൻ്റ് ചെയ്താൽ വി ക്യാൻ റൈറ്റ് ടു ബി v1 ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √(a²-x1²). അതേപോലെ v2 എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു √(a²-x2²). അപ്പോൾ നമ്മളൊന്ന് സ്ക്വയർ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ v1² - v2² എന്ന് പറയുന്നത് ഒമേഗ² ഇൻറ്റു ഇത് രണ്ടിൽ നിന്ന് നമ്മൾ ആ ബ്രാക്കറ്റ് മാറ്റാൻ ശ്രമിച്ചാൽ a² - x1² - a² മൈനസ് പ്ലസ് x2². a² ക്യാൻസലായിട്ട് മാറിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ² ഇൻറ്റു x2² മൈനസ് x1². അപ്പോൾ ഒമേഗ²ൻ്റെ വാല്യൂ v1² മൈനസ് v2² ഡിവിഷൻ ബൈ x2² മൈനസ് x1². സോ ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് 2π/Tയുടെ രൂപത്തിലെടുത്ത് നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √v1² മൈനസ് v2² ബൈ x2² മൈനസ് x1². So we get the equation for time period is equal to 2π into √(x2² minus x1² by that v1² minus v2². So we get the answer as the first choice. We can move with the question number 43. A particle is executing a simple harmonic motion. Its maximum acceleration is alpha and the maximum velocity is beta. Then what is the time period of vibration? So it is given as that maximum acceleration as alpha and maximum velocity a omega as beta. ഇവ തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ. ഒമേഗ ഇസ് വാട്ട് 2π/T. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ 2π into beta division by alpha. So we get C as the answer. 2π beta by alpha. We can move with the question number 44. The period of oscillation of a mass m suspended from a spring of negligible mass is a capital T. If along with it another mass m is also suspended. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π into √() അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന മാസ് ഡിവിഷൻ ബൈ അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തെ കേസിൽ ആ സ്പ്രിങ്ങിന് വ്യത്യാസം വരാതെ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ഒരു അഡീഷണൽ മാസ് കൂടെ ആഡപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറി. അപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിൽ m+m എന്ന് പറയുന്നത് 2m/k ആയിട്ട് മാറുമ്പോൾ √2 ടൈംസ് ഓഫ് 2π into √(m/k). That is very important. 2π into √m/k എന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമായി പഴയ ടൈം പീരീഡാണ്. ടി ഡാഷ് എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് ടി ആയിട്ട് ഡി ആയിരിക്കും ആൻസർ.
We can move with the question number 45. A simple pendulum performs a simple harmonic motion about x is equal to 0 with an amplitude a and time period t. The speed of the pendulum at x is equal to a by 2 will be. അപ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. പക്ഷെ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബൈ 2 എന്നാണ് നമുക്ക് തന്നിരിക്കുക. സോ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4, ദാറ്റ് മീൻസ് റൂട്ട് 3 by 2 a into omega. So that is the but we know the concept there that omega is nothing but equal to that 2 pi by t. So pi 2 to cancel, so we get the answer as root 3 pi a by t. So here pi is there, so root 3 pi a by t, we get the answer as C choice. So here the question number 46. A block of mass m is attached to the lower end of a vertical spring. The spring is hung from a ceiling and a force constant K. The mass is released from rest with the spring initially unstretched. The maximum extension produced in the length. അപ്പോൾ because of that, അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായെങ്കിൽ അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വി നോ ദ കേസ് ആസ് കെ ഇൻറ്റു എക്സ്, ബട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡ്യൂ ടു ദ വെയ്റ്റ് ദെയർ. സോ എക്സ് ഇസ് ഈക്വൽ ടു എം ജി ഡിവിഷൻ ബൈ കെ ആയിട്ട് നമുക്ക് പറയാം. സോ ഡി എസ് ദി ആൻസർ. വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 47. A point performs simple harmonic motion of a period t and the equation of motion is given by x is equal to a sine omega t plus pi by 6. After the elapse of what fraction of the time period, the velocity of the point will be equal to half of its maximum velocity. എത്ര സമയം കഴിയുമ്പോഴായിരിക്കും velocity of the point will be equal to half of the maximum velocity. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റിയുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പക്ഷേ മാക്സിമം വെലോസിറ്റി ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ദറ്റ് ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് എ ഒമേഗ ബൈ 2 ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ കൺസെപ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒമേഗ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൊന്ന് സ്ക്വയർ ചെയ്താൽ എ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആകും. സോ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് 3 by 4a സ്ക്വയർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു റൂട്ട് 3 by 2 ഇൻറ്റു എ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അവൻ്റെ ലൊക്കേഷൻ നമുക്ക് എത്ര സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആസ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്ത് വൈ എന്നാണ്. ബട്ട് വി ഗെറ്റ് ദ വാല്യൂ ഫോർ ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ്? റൂട്ട് 3 by 2a. അപ്പോൾ ആ എ വാല്യൂ ആണ് ഇവിടെ എ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ദാറ്റ് പൈ ബൈ 6 എന്ന് പറഞ്ഞിരിക്കുക. സോ അവിടെ നമുക്ക് എ നമുക്ക് ക്യാൻസലായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒമേഗ ടി പ്ലസ് പൈ ബൈ 6ൻ്റെ വാല്യൂ ആണ് കറസ്പോണ്ടിങ്ങിൽ സൈൻ ഓഫ് റൂട്ട് 3 by 2 എന്ന് പറയുമ്പോൾ അത് 60 ഡിഗ്രിയാണ് നമുക്കറിയാം. പൈ ബൈ 3 എന്ന് പറയുമ്പോൾ ഒമേഗ ടി എന്ന് പറയുന്നത് വി ഗെറ്റ് ദ വാല്യൂ ആസ് പൈ ബൈ 6. സോ അവിടെ നിന്ന് നമ്മൾ സമയം കണ്ടെത്താൽ 2 പൈ ബൈ ടൈം പീരീഡ് കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് പൈ ക്യാൻസലാകാം. ആസ് t is equal to small t is equal to capital T division by time period by as 2 into 6 as 12. So we get D as the answer. We can move with the question number 48. A mass of 2 kilogram is put on a flat pan attached to a vertical spring fixed on the ground as shown in the figure. The mass of the spring and the pan is negligible. When pressed slightly and released, the mass executes a simple harmonic motion. Its constant is 200 Newton per meter. What should be the minimum amplitude of the motion so that the mass gets detached from the pan?
അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു പാനിൽ ഒരു മാസ് ഇരുന്നു എന്നിരിക്കട്ടെ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസുകളെ കുറിച്ച് എടുത്താൽ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ വി നോ ദ റിയാക്ഷൻ ഈസ് അപ്വേർഡ്. പക്ഷേ ഇവിടെ ഒരു സിമ്പിൾ ഹാർമോണിക് കൺസെപ്റ്റ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ആ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് കൂടെ അതിലേക്ക് ആക്ട് ചെയ്യും. സോ അത് നമുക്ക് എം ഇൻറ്റു മാസ് ഇൻറ്റു ദറ്റ് ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു മാക്സിമം കേസ് വരുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റാച്ച് ചെയ്യുന്നത്, ജസ്റ്റ് ഡിറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർഫസുമായിട്ടുള്ള കോണ്ടാക്റ്റ് പോയി, R0 ആയി. ദാറ്റ് മീൻസ് വെയിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ റീസ്റ്റോറിങ് ഫോഴ്സിന് തുല്യമായിട്ട് വന്നു. ദാറ്റ് മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷനാണ്. സോ എ ഈസ് ഈക്വൽ ടു ജി ഡിവിഷൻ ബൈ ഒമേഗ സ്ക്വയർ ആയിട്ട് നമുക്ക് പറയാം. സോ അനദർ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നമുക്ക് അവിടെ ഉപയോഗിക്കാനുള്ളത് ദാറ്റ് വെയിറ്റ് എം ജി ആണ് അവിടെ കൊടുത്താൽ അവൻ കൊടുക്കുന്ന എക്സ്റ്റൻഷൻ എ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ കെ ഇൻറ്റു എ ആയിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് so this is the amplitude g by omega square. So we can put for a as is equal to mg division by k, that is equal to g by omega square. So gg നമുക്ക് അവിടെ ക്യാൻസൽ ആയിട്ട് കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ എന്ന് പറയുന്നത് എ ആണ്, ആംപ്ലിറ്റ്യൂഡാണ്. സോ എ ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡാണ്. സോ ഇൻ പ്ലേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് വി ഗെറ്റ് ആസ് എം ജി ബൈ കെ. എല്ലാ ഫാക്ടറും അവിടെയുണ്ട്. മാസ് ഈസ് വാട്ട് 2, ദാറ്റ് 10 ഡിവിഷൻ ബൈ കെ ആസ് ഇസ് ഈക്വൽ ടു 200. സോ ദാറ്റ് വി ഗെറ്റ് ദ വാല്യൂ ആസ് 1/10. സോ 0.1 meter, that is equal to 10 centimeter, that is equal to A as the answer. We can move with the question number 49. A particle executes a simple harmonic motion with an amplitude A. The period of oscillation is capital T. The minimum time taken by the particle to travel half of the amplitude from the equilibrium position. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി എ ഇൻറ്റു സൈൻ ഒമേഗ ടി. അവിടെ വൈ എന്ന് പറയുന്നത് a/2 ആയിട്ടാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ എയും നമ്മൾ ക്യാൻസലായി കഴിഞ്ഞാൽ സൈൻ ഒമേഗ ടിയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ഒമേഗ ടിയുടെ വാല്യൂ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 വരുന്നത് അത് 30 ഡിഗ്രി ആണെന്ന് പറയാം. നമുക്കത് π/6 ആയിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് ഒമേഗ 2π ബൈ ടൈം പീരീഡ് ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു π ക്യാൻസൽ ആയാൽ സ്മോൾ ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ഡിവിഷൻ ബൈ 12 ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ഡി ചോയ്സ്. We can move with the question number 50. Two springs of a spring constant K1 and K2 are joined in series. The effective spring constant of the combination become K1 K2 by K1 plus K2. Parallel ആണെങ്കിൽ ഓർക്കുക K1 plus K2. So we can move with the question number 51. The time period of a mass suspended from a spring is T. The spring is cut into 4 equal parts. The same mass is suspended. The new time period is. അപ്പോൾ ആദ്യത്തെ കേസിലെ ടൈം പീരീഡ് നമുക്കറിയാം ഇറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദറ്റ് എം ഡിവിഷൻ ബൈ കെ ആണ്. പക്ഷേ രണ്ടാമത്തെ കേസിൽ നമുക്കറിയാം അവ 4 ഭാഗങ്ങളായിട്ട് തിരിക്കുമ്പോൾ അപ്പോൾ ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ 4k ആയിട്ടായിരിക്കും മാറുക. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് 1/2 ടൈംസ് ഓഫ് ടി ആയിട്ട് നമുക്ക് എടുക്കാം. സോ വി ഗെറ്റ് ഡി എസ് ദി ആൻസർ. സോ ഡിയർ സ്റ്റുഡൻസ്, you can wait for the next video. Try to do maximum MCQs for the chapter, then only you can gain more score. Take care. God bless you.